നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെ 1201 കന്നിമാസം 18-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 4-ാം തീയതി മന്ദവാരം ശനിയാഴ്ച. നാളെ ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:16, അസ്തമയം വൈകിട്ട് 6:09. നാളത്തെ രാഹുകാലം ശനിയാഴ്ച 9 മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളെ ശനിയാഴ്ചത്തെ നക്ഷത്രം കാലത്ത് 9:05 വരെ അവിട്ടം നക്ഷത്രവും അതിനുശേഷം ചതയം നക്ഷത്രവുമാകുന്നു. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശനിയാഴ്ചയാണ്. 9 മണിവരെയുള്ള അവിട്ടം നക്ഷത്രം സുബ്രഹ്മണ്യ പ്രീതി വരുത്തുവാൻ ഏറ്റവും ഗുണമാണ്. കാരണം ചൊവ്വ നിൽക്കുന്നത് പുരുഷരാശിയിലാണ്, തുലാൻ രാശിയിലാണ്. അതിനാൽ സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുവാൻ നാളെ ബഹുവിശേഷമാണ്. ഓം വജദ്ഭുവേ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് സുബ്രഹ്മണ്യന് ഇരട്ടിപ്പായസം, അപ്രകാരം തന്നെ രക്തപുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യാം. ശനിയാഴ്ചയാകയാൽ നാളെ നന്നായി നെയ്വിളക്ക് ഹനുമാൻ സ്വാമിക്ക് അല്ലെങ്കിൽ ശനീശ്വരന് സമർപ്പിക്കുക. നാളെ 9:05 മുതൽ ഞാൻ സൂചിപ്പിച്ചു ചതയം നക്ഷത്രമാണ്. നല്ല വൃത്തിയിൽ രാഹുകേതു പൂജ ചെയ്യാം നവഗ്രഹത്തിൽ. അപ്രകാരം തന്നെ നാഗങ്ങൾക്ക് പ്രിയപ്പെട്ട സർപ്പബലി അല്ലെങ്കിൽ ആയില്യപൂജ അല്ലെങ്കിൽ നൂറുംപാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് പരിഹാരമായി സമർപ്പിക്കാവുന്നതാണ്. വൈകിട്ട് നാഗക്ഷേത്രത്തിൽ ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രത്തോടുകൂടി അവിടെ വഴിപാടുകൾ ചെയ്യുക. വളരെ അനുകൂലമായി സർപ്പപ്രീതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാങ്ങണം. സർപ്പപ്രീതിയുടെ ആവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തിയെ എന്നാണ് പ്രമാണം. നല്ല ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി വളരെയധികം ഉപകരിക്കുന്നതാണ്. അതിനാൽ വംശം നിലനിർത്തുവാനാണ്, വംശവർദ്ധനവിനാണ് പലപ്പോഴും നാഗപ്രീതി നാം ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് ശാരീരികമായി നാഡീ ഞരമ്പുകൾ, നാഡീ മർമ്മങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് പരിഹാരമായും ഈ സർപ്പപ്രീതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ അവിട്ടം ചതയം നക്ഷത്രങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.